എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷാഡോ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ വാർത്തകളാണല്ലോ നമ്മളെ കഴിഞ്ഞ ചില വീഡിയോകളായിട്ട് ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേലിന് നേർക്കുള്ള ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയുണ്ടായി. എന്നാൽ പലരും വന്ന് എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾ പറയുന്ന കണക്ക് ശരിയല്ല, അത് ഫേക്കാണ് എന്നൊക്കെ പറയുകയുണ്ടായി. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വളരെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇവിടെ പറയുന്നത്. പല ഇൻ്റർനാഷണൽ സോഴ്സിൽ നിന്നും അതുപോലെ തന്നെ IDFൻ്റെ വെബ്സൈറ്റും ഒക്കെ ഫോളോ ചെയ്താണ് നമ്മൾ ഈ ന്യൂസുകളൊക്കെ നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഒരു വശത്തു നിന്നും മാത്രമുള്ള ന്യൂസുകളല്ല നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ പല ന്യൂസുകളും ചെക്ക് ചെയ്ത് അതിൻ്റെ ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഈ ന്യൂസുകളൊക്കെയും എത്തിക്കുന്നത്. നമ്മുടെ പല മീഡിയകളും പല അജണ്ടകളോടും കൂടി പല കണക്കുകളും പല വാർത്തകളും അവർ അപ്രകാരം എഴുതി വിടാറുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും നമുക്ക് പല വാർത്തകളും പല വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പല മാധ്യമങ്ങളും വ്യത്യസ്തമായ ഈ കണക്ക് പറയുന്നത് അവരുടെ അജണ്ടയുടെ ഭാഗമാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ നമുക്ക് അങ്ങനെയുള്ള അജണ്ടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഉള്ള ആധികാരികമായിട്ടുള്ള വാർത്തകളും അപ്ഡേറ്റ്സുകളുമാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഇതും കൂടി വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ ആർക്കും ജീവഹാനി ഉണ്ടായിട്ടില്ല. ആകെ 2 പേർക്കാണ് അവിടെ മരണം സംഭവിച്ചിരിക്കുന്നത്. അത് ഒരു പാലസ്തീനിലുള്ള ഒരാൾക്കും അതുപോലെ തന്നെ ജോർദാനിലുള്ള ഒരു പൗരനുമാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടി അത് ആധികാരികമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. 2 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഒരാൾ പാലസ്തീനിയും അതുപോലെ തന്നെ ഒരാൾ ഒരു ജോർദാനിയുമാണ്. ഇസ്രയേലിൽ ചിലർക്ക് കഴിഞ്ഞ ദിവസത്തെ മിസൈൽ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് മിസൈലിൻ്റെ ഭാഗങ്ങൾ വീണോ ഒന്നുമല്ല അത് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇവർക്ക് അലേർട്ട് ലഭിച്ചപ്പോൾ, മിസൈൽ വരുന്നുണ്ടെന്നുള്ള അലേർട്ട് ലഭിച്ചപ്പോൾ ഇവർ ധൃതി പിടിച്ച് ആളുകളൊക്കെ ഒന്നിച്ച് ബങ്കറുകളിലേക്കൊക്കെ പോകുവാൻ വേണ്ടി തിരക്ക് കൂട്ടിയപ്പോൾ ആ തിക്കിലും തിരക്കിലും പെട്ട് ചിലർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുകളും ആർക്കുമില്ല. ചെറിയ ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഇപ്പോൾ വരുന്നത് ഈ മിസൈലുകൾ മിക്കതും ഈ അയൺ ഡോമും അതുപോലെ ഡേവിഡ് സ്ലിങ്ങും ഇത് തകർക്കുകയുണ്ടായി. അതുപോലെ തന്നെ അമേരിക്കയുടെ വാർഷിപ്പിൽ നിന്നുള്ളതായിട്ടുള്ള ഇൻ്റർസെപ്റ്റ് മിസൈലുകളൊക്കെ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയുണ്ടായി. ആ രീതിയിൽ ഏതാണ്ട് 70-80% മിസൈലുകളും ഇസ്രയേലിൻ്റെ വ്യോമാതിർത്തിയിൽ തന്നെ അത് തകർത്ത് കളയുകയുണ്ടായി. അതുപോലെ തന്നെ ജോർദനും അതുപോലെ തന്നെ ആ കാര്യങ്ങളിൽ സഹായിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരം. ചില മിസൈലുകൾ ഇസ്രയേലിൻ്റെ ചില ഭാഗങ്ങളിൽ വന്ന് വീഴുകയുണ്ടായി. ഒന്ന് ഇസ്രയേലിൻ്റെ എയർഫോഴ്സ് ബേസിൻ്റെ അടുക്കൽ വന്ന് 2 മിസൈലുകൾ വീഴുകയുണ്ടായി. അത് നമുക്ക് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് നമുക്കത് ലഭിച്ചിട്ടുണ്ട്. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിൻ്റെ അടുക്കലും അതുപോലെ തന്നെ ഒരു മെയിൻ്റനൻസ് സെല്ല്, അതായത് ഈ എയർഫോഴ്സിൻ്റെ ഒരു മെയിൻ്റനൻസ് സെല്ലിൻ്റെയും ഒരു ബിൽഡിങ്ങിൻ്റെ അടുക്കലാണ് ഇത് വന്നു വീണ് അവിടെ ചെറിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. അത് അവർ IDF പറഞ്ഞിരിക്കുന്നത് അത് എയർഫോഴ്സിൻ്റെ യാതൊരു വിധത്തിലും അതിൻ്റെ പ്രവർത്തനവുമായിട്ടോ യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള ബന്ധവും ഉള്ളതല്ല എന്ന് അവർ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ നാശനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലുപരി വലിയൊരു നാശനഷ്ടമോ അങ്ങനെ എന്തെങ്കിലും മേജറായിട്ടുള്ള എന്തെങ്കിലും ഡാമേജുകളോ ഈ ഒരു മിസൈലുകൾക്കും ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ പറയുവാനായിട്ട് സാധിക്കും. മറ്റൊരു വാർത്ത ലെബനോനിൽ നിന്നും വന്നിരിക്കുന്നത് ഇസ്രയേൽ കൂടുതൽ മിലിറ്ററിയെ അതുപോലെ കൂടുതൽ ടാങ്കുകളും ലെബനോനിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ ടാങ്കുകൾ ഇപ്പോൾ ലെബനോൻ അതിർത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ സൈന്യവും അവിടേക്ക് നീങ്ങുകയാണെന്ന് ഉള്ള ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലെബനോനിൽ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ 8
പട്ടാളക്കാർ മരിച്ചു എന്ന് നമുക്ക് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അത് IDF അത് ഒഫീഷ്യലി അത് കൺഫേം ചെയ്തിട്ടുണ്ട്. 8 ഇസ്രയേൽ പട്ടാളക്കാർ ലെബനോനിൽ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിൽ മരിച്ചു എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗറില്ല യുദ്ധ തന്ത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു ഗറില്ല യുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. അത് ലഭിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഒരു കാര്യം നമുക്കിപ്പോൾ തീർത്ത് പറയുവാൻ സാധിക്കും. 8 ഇസ്രയേൽ പട്ടാളക്കാർ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴേ കിട്ടുന്നതായിട്ടുള്ള അപ്ഡേറ്റ്. ഇപ്പോൾ ലെബനോനിൽ നിന്നും വരുന്നതായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത, കഴിഞ്ഞ രാത്രിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇസ്രയേലിൻ്റെ പാരാട്രൂപ്പേഴ്സും കമാൻഡോസും ശക്തമായിട്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ഹിസ്ബുള്ളയുടെ 50 തീവ്രവാദികളെ കൊന്നു എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വൻ ആക്രമണമാണ് ഇസ്രയേൽ മിലിറ്ററി അഴിച്ചുവിട്ടത്. ആ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ 50 തീവ്രവാദികളെ കൊന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നത്, ബെയ്റൂട്ടിലെ ദഹിയ, അതായത് ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്ത കേന്ദ്രമായിരിക്കുന്നതായിട്ടുള്ള ദഹിയ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്തെ അവരുടെ ആയുധ സംഭരണശാലകളും മറ്റ് ബിൽഡിങ്ങുകളും ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള മറ്റ് ബിൽഡിങ്ങുകളും ഇസ്രയേലിൻ്റെ നേവി ആക്രമിച്ച് അത് തകർത്ത് കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ പിക്ചേഴ്സാണ് നിങ്ങളിപ്പോഴേ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. മറ്റൊരു വലിയ റിപ്പോർട്ട് ഇപ്പോഴും വന്നിരിക്കുന്നത്, ഹിസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നതായിട്ടുള്ള ഹസൻ നസറുള്ളയുടെ സൺ ഇൻ ലോ ഇപ്പോൾ ഡമാസ്കസിൽ നടന്നതായിട്ടുള്ള ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ ജാഫർ കസീർ എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹസൻ നസറുള്ളയുടെ സൺ ഇൻ ലോ ആണ്. അദ്ദേഹത്തെ ഡമാസ്കസിൽ വെച്ചുള്ള ആക്രമണത്തിൽ ഇസ്രയേലെ കൊന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള വാർത്ത. മറ്റൊരു രസകരമായിട്ടുള്ള വാർത്ത ഇസ്രയേലിൽ നിന്നും വന്നിരിക്കുന്നത്, UN സെക്രട്ടറി ജനറൽ ഗുട്ടറസിനെ ഇസ്രയേലെ തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും ബാൻ ചെയ്തിരിക്കുന്നുവെന്നാണ്. യാതൊരു വിധത്തിലും ഗുട്ടറസിന് ഇസ്രയേലിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല എന്ന് ഇസ്രയേൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് UN-നെ അറിയിച്ചിരിക്കുകയാണ്. UN സെക്രട്ടറി ജനറൽ ഗുട്ടറസിനെ ഇസ്രയേൽ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുന്നത് വിലക്കിയിരിക്കുകയാണ്. കാരണം അവരതിന് പറയുന്നത്, ഇസ്രയേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ കാട്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, UN സെക്രട്ടറി ഗുട്ടറസ് ഈ തീവ്രവാദികൾക്ക് വേണ്ടി ആണ് സംസാരിക്കുന്നത്, ഇസ്രയേലിന് വേണ്ടി അല്ല സംസാരിക്കുന്നത്. അതുതന്നെയല്ല, കഴിഞ്ഞ ദിവസത്തെ ഇറാൻ്റെ ആക്രമണത്തെക്കുറിച്ച് അപലപിച്ചപ്പോൾ ഇറാൻ്റെ പേരെടുത്ത് പറയുവാൻ ഗുട്ടറസ് ശ്രമിച്ചില്ല എന്ന് ഉള്ള ഒരു കാരണം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ഗുട്ടറസിനെ ഈ ഇസ്രയേലിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്ലാനും ഇല്ല ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിക്കുവാൻ എന്നുള്ളതാണ് ഇപ്പോൾ പബ്ലിക്കായിട്ടിപ്പോൾ ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറയാറുണ്ടായിരുന്നു, ഈ അമേരിക്കൻ മിനിസ്ട്രിയാണ് പലപ്പോഴും ഈ ഇസ്രയേലിൻ്റെ തിരിച്ചടികൾക്ക് പലപ്പോഴും തടസ്സം നിൽക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ വെടിനിർത്തൽ വേണം എന്നൊക്കെ പറഞ്ഞ് ഇസ്രയേലിൻ്റെ കൈകൾ കെട്ടി അവരെ യുദ്ധത്തിന് അല്ലെങ്കിൽ അവരെ തിരിച്ചടിക്കുവാൻ കഴിയാതെ വണ്ണം അവരെ പലപ്പോഴും നിശബ്ദരാക്കുന്നത് ഈ അമേരിക്കയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ എൻ്റെ പല വീഡിയോകളിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി അത് തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ഇസ്രയേലിനെ ആ രീതിയിൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളും ന്യൂക്ലിയർ ഫെസിലിറ്റികളിലൊന്നും ആക്രമിക്കരുതെന്നുള്ള രീതിയിലും. അതുകൊണ്ട് തന്നെയാണ് ബൈഡൻ ഇപ്പോൾ വളരെ പബ്ലിക്കായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അത് രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു പ്രാവശ്യം കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.